ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇതുപോലെ ഒരു സ്നാക്സ് നിങ്ങൾ ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഞാനിത് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ എനിക്കിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളാണിത് ചെയ്യാൻ. നല്ല നീളമുള്ള കിഴങ്ങ് നോക്കി എടുത്തിട്ട് ചോപ്പ് സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈർക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈർക്കിൽ അതിൻ്റെ സെൻറ്ററിലൂടെ കയറ്റി വിട്ടിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ടായി പോകാത്ത രീതിയിൽ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്പ്രിങ് പോലെ വലിച്ച് നീളത്തിലാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ ഒരു 6 കിഴങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കാം. ഇതിനാവശ്യമുള്ള ബാറ്ററിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് ലൂസാക്കി എടുക്കാം. ഇതുപോലെ ഞാനിത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ എടുത്ത് ഇതുപോലെ കോരി ഒഴിച്ച് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പാകത്തിന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിൽ കോരി ഒഴിച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒലിച്ച് താഴിട്ട് തന്നെ പോയിക്കോളും. ഇനി നമുക്ക് നേരെ ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് നല്ല ക്രിസ്പി ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കുറച്ച് ഇതുപോലെ പുരട്ടി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.